ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു അടിപൊളി ദം ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ദം ബിരിയാണി ഇഷ്ടമില്ലാത്തവരായി ആരുമില്ല അല്ലേ? നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതുണ്ടാക്കാനായി ഞാനിതാ ആദ്യം തന്നെ ചിക്കൻ നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അതിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ഉപ്പും ചേർത്ത് ഞാനിതാ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം. അപ്പോഴാണ് ആ എരിവും ഇതെല്ലാം ചിക്കനിലേക്ക് പിടിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ഞാനൊരു സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. അതെനിക്ക് ലാസ്റ്റ് ചോറുണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സവോള ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് മുന്തിരി കൂടി ഇട്ട് കൊടുത്ത് രണ്ടും നല്ലപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ മുന്തിരിയൊക്കെ നല്ലപോലെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പിടി സവോള കൂടി ഇതിനകത്തിട്ട് ആദ്യം തന്നെ വറുത്തെടുക്കാം. അത് നമുക്ക് ചോറിലേക്ക് ഇടാൻ വേണ്ടി മാത്രമാണ്. സവോള കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. എല്ലാം കൂടെ ഇട്ടുപോയാൽ അത് നമുക്ക് ഫ്രൈ ആയി കിട്ടില്ല. ഇനി മസാലയ്ക്ക് വേണ്ടി ഞാനൊരു 3 സവോളയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇതുപോലെ തന്നെ കുറച്ചിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സവോള ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിടാൻ ശ്രദ്ധിക്കണേ. അപ്പോഴായിരിക്കും നമുക്ക് ആ ക്രിസ്പിനെസ് കിട്ടാൻ. ഇപ്പോൾ എല്ലാ സവോളയും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പിടിയെടുത്ത് ചോറിലിടാൻ വേണ്ടി മാറ്റി വെക്കാം. ബാക്കിയുള്ള സവോള കൈ വെച്ചുകൊണ്ട് തന്നെ നല്ലപോലെ ഞെരടി പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഞെരടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പുരട്ടി വെച്ച ചിക്കൻ നമുക്ക് മസാല ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച സവോള ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു സവോള അല്ലാത്തതും ചെറുതായി കുനുകുന അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് മല്ലിച്ചപ്പ്, പുതിനയില, ഒരു തക്കാളി, 2 സ്പൂൺ തൈര്, ഒരു ചെറുനാരങ്ങ നീര്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ലാസ്റ്റ് നമ്മൾ സവോള ഫ്രൈ ചെയ്ത് വെച്ച ഓയിലും 2 സ്പൂൺ ഒഴിച്ച് കൊടുത്ത് ഉപ്പും ചേർത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഇതൊന്ന് ഞെരടി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ കൈ വെച്ച് ചെയ്യണം. അപ്പോഴാണ് ആ ചിക്കനിലേക്ക് ഈ മസാല നല്ലപോലെ പിടിക്കാം. എന്നിട്ട് ഇത് നമുക്ക് 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടച്ചു വെച്ചോളൂ. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് ചോറുണ്ടാക്കാനുള്ള പാത്രം ഞാനിതാ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കൂടാതെ അതിൻ്റെ കൂടെ നെയ്യ് ഒഴിച്ച് നമ്മുടെ മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടെ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് റൈസ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ 3 കപ്പ് റൈസാണ് ചേർക്കുന്നത്. ഇത് അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഊറ്റിയെടുത്തതാണ്. ഇനി ഈ റൈസ് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് ഈ ഓയിലിൽ. അപ്പോഴേക്കും 3 കപ്പ് റൈസിന് വേണ്ടി ഞാൻ 4.5 കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ റൈസ് വറുത്തെടുക്കുന്നത് കൊണ്ട് ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഈ ചൂടുവെള്ളവും അരി നല്ലപോലെ
ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഈ ചൂടുവെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ ഇതാ റെഡിയായി. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. ആദ്യം നല്ല ഫ്ലെയിമിൽ തന്നെ ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം ഫ്ലെയിം കുറച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മസാലയും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മസാല കൂടെ അവിടെ നിന്ന് റെഡിയായി വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ റൈസ് ശരിയായി വരുന്നുണ്ട്. ഇനി റൈസ് നമുക്ക് മാറ്റി വെക്കാം. മസാല റെഡിയാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ചിക്കൻ എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ നമുക്ക് ദമ്മിടുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ചോറിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിച്ചപ്പ്, അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ, കാഷ്യൂനട്ട്, മുന്തിരി എന്നിവ ചേർത്ത് ഇട്ട് കൊടുക്കാം. വീണ്ടും അതിന് മുകളിലേക്ക് അടുത്ത ലെയർ ചോറും കൂടി ഇട്ട് കൊടുത്ത് ഇതേപോലെ തന്നെ ഗരം മസാല, മല്ലിച്ചപ്പ്, സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരിയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 10-15 മിനിറ്റോളം ചെറിയ ഗ്യാസിൽ വെച്ച് ദം ചെയ്തെടുക്കണം. ഇനി ഇതടച്ച് വെച്ച് ദം ചെയ്തോളൂ. ഇപ്പോൾ ഇതാ ദം ചെയ്ത് വെച്ച ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ കൂടെ ഞാൻ തൈരും പച്ചമുളകിൻ്റെ ചമ്മന്തിയുമാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോകും. നിങ്ങളും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്തോളൂ. See you tomorrow with a new video. Bye.